ഹലോ എവരിവൺ, വെൽക്കം വൺസ് മോർ ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു കോമ്പാക്ട് എസ് യു ആണ്. കാരണം കോമ്പാക്ട് എസ് യുടെ വീഡിയോ എനിക്ക് പ്രത്യേക എനർജിയാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെന്റ് ആണത്. അപ്പോൾ ഈ കാർ കമ്പനിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഒരു വർഷത്തിനുള്ളിൽ 1,00,000 യൂണിറ്റുകൾ വിറ്റഴിച്ച റെക്കോർഡ് ഇട്ട ഒരു കമ്പനിയുടെ വണ്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അത് കിയയുടെ സോണറ്റ്. അപ്പോൾ കിയയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2019 ഓഗസ്റ്റിലാണ് കിയ സെൽറ്റോസ് ആദ്യമായിട്ട് കിയ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു കിയ സോണറ്റ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽറ്റോസ് കുറച്ചുകൂടെ പ്രൈസ് റേഞ്ച് കൂടിയ വണ്ടിയായതുകൊണ്ട് കുറച്ചുകൂടെ സാധാരണക്കാരിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയാണ് സോണറ്റ് ഇവിടെ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ രണ്ട് വണ്ടിയും ഇപ്പോഴും വിജയകരമായി ഓടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കിയ സോണറ്റിന്റെ HTX എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇതൊരു IMT മോഡലാണ്. അപ്പോൾ ഇന്റർലൈൻ മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. അപ്പോൾ ക്ലച്ച് ഇല്ല, എന്നാൽ ഗിയർ ഉണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ലുക്സിലോട്ട് നമുക്ക് വരാം. ലുക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ആ ഒരു അറ്റൻഷൻ ഗ്രാബിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രില്ല് തന്നെയാണ്. ഇത്രയും വലിയൊരു ഗ്രില്ല്, അതൊരു പ്രത്യേകതരം ഡിസൈനാണ്. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന പോലത്തെ ഒരു പ്രത്യേകതരം ഡിസൈനാണ് അതിന് വന്നേക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ ഈ ഒരു വലിയൊരു ക്രോമിയം ഒരു പാർട്ടും അതിന്റെ ഒരു അറ്റൻഷൻ ഗ്രാബിംഗ് ഫാക്ടർ ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതിന്റെ ഏറ്റവും വലിയൊരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ DRലാണ്. ഇങ്ങനെ വന്നിട്ട് ഒരു പ്രത്യേകതരം ഡിസൈനാണ്. കാരണം ഐദർ സ്ട്രെയിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഒന്ന് താഴോട്ട്, ഇത് ഇങ്ങനെ നേരെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കുനിപ്പ് വെച്ചിട്ട് പോലത്തെ ഒരു ഡിസൈൻ. അത് ഇത് വേറെ വണ്ടികളിലൊന്നും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. അതിന്റെ യൂണിക് ഫാക്ടറാണ് ശരിക്കും കിയയുടെ. ഈ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് സോണറ്റ് ആണെന്ന് മനസ്സിലാകത്തക്ക രീതിയിലൊരു ഫാക്ടറാണ്. ഇതൊക്കെ ശരിക്കും ഇപ്പോൾ സെൽറ്റോസും സോണറ്റും വന്നു കഴിഞ്ഞാൽ ദൂരെ നിന്ന് വലിപ്പത്തിൽ വലിയ വ്യത്യാസം തോന്നിയില്ലെങ്കിലും ഇതുപോലുള്ള ചില കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഇവിടെ കോർണർ പ്രൊട്ടക്ഷൻ കാണാം. ഇതൊക്കെ 4 സൈഡിൽ എക്സ്ട്രാ ചെയ്തതാണ്. പിന്നെ ഇവിടെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് ഒരു പ്രൊജക്ടർ യൂണിറ്റ് ആണ് ഇവിടെ വരുന്നത്. അതിനുശേഷം കാണുന്ന ഈ ഒരു ഇവിടെ ചെറിയൊരു എയർ ഡാം ഉണ്ട്. പിന്നെ അതിന്റെ താഴെ കാണുന്ന ഈ ഒരു യൂണിറ്റ് ഉൾപ്പെടെ നമ്മൾ GTയുടെ ഇങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അത് ഓണറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇത്രയൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്സിന്റെ കാര്യം. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലോട്ട് വരാം. അപ്പോൾ ഇതിന്റെ സൈഡ് പ്രൊഫൈലിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വണ്ടിയാണ്. പക്ഷേ ജസ്റ്റ് 4 മീറ്ററിന്റെ താഴെയുള്ളൂ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഏകദേശം 3995 mm ലെങ്ത്തും ഒരു 1790 mm വിഡ്ത്തും 1610 mm ഹൈറ്റുമാണ് ഈ വണ്ടിക്കുള്ളത്. പിന്നെ ഇതിന്റെ വീൽ ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2500 mm ആണ് ഇതിന്റെ വീൽ ബേസ് വരുന്നത്. പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 205 തൊട്ട് 211 വരെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഏകദേശം ഹൈറ്റ് നോക്കിയാൽ നമുക്കറിയാം അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിനുള്ളത്. ഇപ്പം ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഓണർ ഇത്രയും നാൾ ഞാൻ ആദ്യം തന്നെ ചോദിച്ചതാണ്, ഇത്രയും നാൾ കൊണ്ടു നടന്നിട്ട് എവിടെയെങ്കിലും അടി തട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇന്നേ വരെ ഇല്ല. കാരണം ഇവര് ഇടയ്ക്കിടയ്ക്ക് ഹൈ റേഞ്ച് ഒക്കെ പോകുന്നതാണ്. പക്ഷെ ഇതുവരെ അങ്ങനെ വണ്ടിയുടെ അടി തട്ടുന്ന ഇഷ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമുക്ക് ഇതിന്റെ വീലിന്റെ ഡിസൈനിലോട്ട് വരാം. ഒരു പ്രത്യേകതരം ഡിസൈനുള്ള ഒരു അലോയാണ് ഇതിനുള്ളത്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇവിടെ ഒരു ബ്ലാക്കും സ്റ്റീൽ കട്ടും അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ആണ് ശരിക്കും ഇതിന് വരുന്നത്. പക്ഷേ ഇവിടെ നേരെ മറിച്ചിട്ട് അതിനൊരു ആഷും ഒരു സ്റ്റീൽ കളറുമാണ് ഇതിന് ഈ ഒരു അലോയ്ക്ക് വരുന്നത്. അത് അങ്ങനെ ഇങ്ങനെ വണ്ടികൾക്ക് കണ്ടിട്ടില്ല. പിന്നെ 5 ബോട്ടുള്ള വീലാണ് ഇതിന് വരുന്നത്. സാധാരണ കോമ്പാക്ട് SUV എന്നൊക്കെ പറഞ്ഞാൽ 4 ബോട്ടിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പം 5 ബോട്ടിലുള്ള വീൽ ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അകത്ത് നമുക്ക് ഒരു റെഡ് കാലിപ്പർ നമുക്ക് കാണാം. അത് ഈ വേരിയന്റിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അകത്ത് നമുക്ക് വലിയൊരു ഡിസ്ക് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വീലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ച് വീലാണ് വരുന്നത്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഒരു പ്രൊഫൈലുള്ള ടയറാണ് വരുന്നത്. അപ്പം പിന്നെ ഇപ്പൊ എല്ലാ കോമ്പാക്ട് SUVക്കും വരുന്ന ഒരു പ്രത്യേക ഫാക്ടറാണ് ഈ ഒരു വീലാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെറിയ തട്ടും മുട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇതിൽ എന്തെങ്കിലും കൊണ്ടിട്ടേ പിന്നെ ബോഡിയിലോട്ട് വരുള്ളൂ. അത് അതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും. പിന്നെ വീലിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വീലിന് ഡ്രം ബ്രേക്ക് ആണ്. ഇപ്പൊ ഈ വേരിയന്റിന് വരുന്ന ഡ്രം ബ്രേക്ക് ആണ്. HTX എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇതിന് വരുന്നത് ഡ്രം ബ്രേക്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു പ്രത്യേകത, ഭയങ്കര രീതിയിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് ഈ കിയയുടെ ഒരു ബാഡ്ജിങ് കൊണ്ടുവന്നേക്കുന്നതാണ്. ഒരു ഇപ്പൊ പറയുന്ന പോലെ ഒരു അകത്ത് കിയ എന്ന് എഴുതിയിട്ട് പുറമെ ഒരു ചെറിയൊരു ഗ്ലാസ് കോട്ടിങ് പോലെ വന്നിട്ട് 5 സ്പോക്കിന്റെ ഒരു
ചെറിയൊരു ഡിസൈനും അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു അറ്റൻഷൻ ടു ഫാക്ടർ, ഒരു യുണീക്നെസ് ആണ് അത് കൊണ്ടുവരുന്നത്. പിന്നെ നമുക്കിവിടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാവുന്ന ഈ ഒരു റെയിൻ ഗാർഡ് എക്സ്ട്രാ ചെയ്യിച്ചതാണ്. ഇത് നമുക്ക് ഈ മിററിന്റെ സൈഡിലായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ കാണാം. പിന്നെ ഈ റൂഫ് റെയിൽ അത് ഫങ്ഷണലല്ല, ജസ്റ്റ് നമുക്ക് ഷോ ആണ്. ഇപ്പോൾ SUV-ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ് റെയിൽ ഒരു നമ്മൾ പറയത്തില്ലേ നിർബന്ധമാണ്. കാരണം ഒരു ബേസ് മോഡൽ തൊട്ട് മിക്ക SUV-ക്കും ഇപ്പോൾ ഒരു റൂഫ് റെയിൽ വരുന്നുണ്ട്. ഇതിന്റെ പിന്നിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും ഒരു യൂണിക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബ്രേക്ക് ലൈറ്റ് ആണ്. ഇപ്പൊ ഈ നമ്മൾ ഫ്രണ്ടിലെ DR പറഞ്ഞ പോലെ തന്നെ ഈ കണ്ടിന്യൂസ് ഒരു കണക്റ്റിംഗ് ഒരു DR ബ്രേക്ക് ലൈറ്റിന് വന്നിട്ട് ഈ സൈഡിലായിട്ട് വന്നിട്ട് ഒരു ചെറിയൊരു കുണുക്ക് പോലത്തെ ഒരു ഡിസൈൻ ഇവിടെയും ഉണ്ട്. അത് ഫ്രണ്ടിലും അതുപോലെ തന്നെയാണ്. ആ ഒരു ചെറിയൊരു നോട്ട് പോലത്തെ ഒരു ഡിസൈൻ അവിടെ ഫ്രണ്ടിലും വരുന്നുണ്ട്, ബാക്കിലും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ചെറിയ LED യൂണിറ്റ് ആണ് ഇതിന്റെ ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത്. ഒരു സ്ക്വയർ വെച്ചിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് കണക്കൊരു യൂണിറ്റും വരുന്നുണ്ട്. പിന്നെ ഈ പുറകിലോട്ട് വരുന്ന ഈ റിയർ ലാമ്പിന്റെ ഇൻഡിക്കേറ്ററിന്റെയും എല്ലാം ഇത് വരുന്നത് ശരിക്കും ഹാലജൻ ബൾബാണ്. മേളത്ത് മാത്രമാണ് നമുക്ക് LED യൂണിറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കിയയുടെ വലിയൊരു ബാഡ്ജിങ് കാണാം. പിന്നെ സോണറ്റ്, പിന്നെ TGDA അതിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ വന്നേക്കുന്ന ഈ ഒരു പാർട്ട്, ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നേക്കുന്ന പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിന്റ് നമ്മൾ എക്സ്ട്രാ ചെയ്യിച്ചതാണ്. അത് നമ്മൾ ഡ്യുവൽ ടോൺ വരുത്താനായിട്ട് ഓണർ ചെയ്യിച്ചതാണ്. ഇപ്പൊ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിന്റെ ഈ ഒരു ഏരിയ വരുന്നതും അതിന്റെ താഴെ വരുന്ന ഈ ഒരു ഡിഫ്യൂസറിന്റെ കളറും എല്ലാം എക്സ്ട്രാ ചെയ്യിച്ച് മാറ്റിയതാണത്. പിന്നെ അതുപോലെ തന്നെ ഈ മേളിൽ വന്നേക്കുന്ന ഇത് ഡ്യുവൽ ടോൺ അല്ല, ആക്ച്വലി ഇത് ഡ്യുവൽ ടോൺ ആക്കിയതാണ്. റൂഫ് ഡ്യുവൽ ടോൺ ആക്കിയതാണ്, ബ്ലാക്ക് ആക്കിയതാണ്. പിന്നെ ഈ സൈഡിൽ ഇവിടെ ഒരു ചെറിയൊരു യൂണിറ്റ് ആണ്, ഒരു ഡിസൈൻ ഫാക്ടറാണ്. അത് ശരിക്കും ഒരു എയറോഡൈനാമിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു ഡിസൈനും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പിന്നിലെ ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫോഗർ വരുന്ന ഗ്ലാസ് ആണ്. പക്ഷേ റിയർ വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഇതിന്റെ ഹയർ വേരിയന്റിലാണ് അതുള്ളത്. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റിന്റെ ഒരു സെക്ഷൻ കാണാം. പിന്നെ മേളിലായിട്ട് ഷാർക്ക് ഫിൻ ആന്റിനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ആയിട്ട് റിയർ ക്യാമറയും അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും സാധാരണ റിയർ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇത് അവരുടെ ആ ഒരു ഡിസൈനിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു ബ്ലെൻഡ് ചെയ്തിട്ടാണ് അത് പോയേക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് കാണാം. 385 ലിറ്ററാണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇവിടെ സൈഡിൽ 2 ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാങ്ങറും അവൈലബിൾ ആണ് നമുക്ക്. പിന്നെ ഇതിന്റെ അടിയിലായിട്ട് നമ്മുടെ സ്പെയർ ടയറും വരുന്നുണ്ട്. 2 ലെയർ ട്രേ ഒക്കെ അവർ കൊടുത്തിട്ടുള്ളതാണ് അവിടുന്ന്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെ സ്റ്റീൽ കട്ട് വീലാണ് ഇതിനടിയിൽ വരുന്നത്. പിന്നെ ഇവിടെ മേളിൽ നിന്ന് നമുക്ക് ഇത് പിടിച്ചടയ്ക്കാൻ തക്ക പാകത്തിന് ഒരു ഹോൾഡറും ഒരു ഹാൻഡിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഹാൻഡിലായിട്ടല്ല, അകത്തോട്ട് ഇങ്ങനെ ഒരു കുഴിവാണ് വരുന്നത്. അവിടെ നമുക്ക് ഇങ്ങനെ വലിച്ച് അടയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറിയിട്ട് സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സീറ്റിംഗ് പൊസിഷനാണ്. സീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് സീറ്റോ കാര്യങ്ങളൊന്നും അല്ല, നല്ല അപ്രൈറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ശരിക്കും തൈ സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാല് താഴോട്ട് സ്ട്രെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ആക്സിലറേറ്റ് ചവിട്ടുന്ന സമയത്ത് കുറച്ചൊരു നമ്മൾ കാല് വെക്കുന്ന സമയത്ത് അത്രയ്ക്കങ്ങ് തൈ സപ്പോർട്ടുള്ള രീതിയിലല്ല തോന്നുന്നത്. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഈ സൈഡിൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ലിവറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വിൻഡോസിന്റെ കൺട്രോൾസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ORMന്റെ കൺട്രോൾസും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഇവിടെ വിൻഡോസിന്റെ ബാക്കി ഗ്ലാസിന്റെ കൺട്രോൾസും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഇതിന്റെ ഈ ഹാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷാണ് അതിന് വരുന്നത്. പിന്നെ അവിടെ ചെറിയ ഇതുപോലുള്ള ഈ ട്രയാങ്കിൾ ഒരു ചെറിയ ഡിസൈൻ എലമെന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ വരുന്നത് നല്ല ഫാബ്രിക് ആണ്, ഒരു പ്യുവർ ഫാബ്രിക് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നതൊക്കെ മൊത്തവും നമുക്ക് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും നല്ല അത്യാവശ്യം നല്ല തിക്ക് ഫൈബർ പാർട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ കാണുന്നത് ട്യൂട്ടറാണ്. ശരിക്കും സ്പീക്കർ സിസ്റ്റം വരുന്നത് 6 സ്പീക്കറിന്റെ ഒരു നിരയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇവിടെ 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് സ്പീക്കർ സിസ്റ്റത്തിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ പ്ലേറ്റും നമുക്ക് ഇവിടെ കാണാം. അതിന്റെ സോണറ്റിന്റെ ബാഡ്ജിങ്ങും നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്യിച്ചതാണ്. നമുക്ക് ഡാഷ്ബോർഡിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡാഷ്ബോർഡ്. ഇത് അത്യാവശ്യം നല്ല, നമ്മൾ പറയത്തില്ലേ, ഒരു പ്രീമിയം ഫീലുള്ള ഡാഷ്ബോർഡാണ് ഇവിടെ. ആദ്യം തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിലോട്ട് വരാം. സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ്. താഴെ ഫ്ലാറ്റ് ബോട്ടം, മെയിൽ റൗണ്ട് ആയിട്ടുള്ള അങ്ങനെ ഒരു ഡിസൈനുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം മിക്ക വണ്ടിക്കും അങ്ങനെ ഒരു ഡിസൈനാണ് സ്റ്റിയറിംഗിന് വരുന്നത്. കാരണം ഫുള്ളി സർക്കിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഇപ്പം അങ്ങനെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിന്റെ നടുക്കായിട്ട് നമുക്കൊരു
ഹോൺ കാണാം, ഹോണിന്റെ നടുക്ക് കിയയുടെ ബാഡ്ജിങ്. പിന്നെ ഈ സ്റ്റിയറിംഗിന്റെ കൺട്രോൾസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപ്പെട്ട എല്ലാ കൺട്രോൾസും നമുക്ക് സ്റ്റിയറിംഗിൽ അവൈലബിൾ ആണെന്നുള്ളതാണ് കാര്യം. ഇവിടെ നമുക്ക് ഇവിടെ ഒരു മെനു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീറ്ററിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വരും. ഒരു മെനു ഒക്കെ അവിടെ വരുന്നുണ്ട്. അവിടെ നമുക്ക് ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്, ഡോറിന്റെ സെറ്റിങ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിങ്ങനെ ടോഗിൾ ചെയ്ത് ഈ ബട്ടൺ കൊണ്ട് നമുക്ക് ടോഗിൾ ചെയ്ത് താഴോട്ട് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ അതിന് ഏതെങ്കിലും അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്മുടെ ഓക്കെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മീറ്ററിനകത്ത് ഈ പറഞ്ഞ പോലെ എല്ലാ മെനുവിലും നമുക്ക് നാവിഗേറ്റ് ചെയ്ത് സെറ്റിങ്സ് മാറ്റാവുന്നതാണ്. ഇവിടെ ക്രൂയിസ് കൺട്രോളിന്റെ ബട്ടൺ കാണാം. പിന്നെ ഇവിടെ സെറ്റ്, റീസെറ്റ്, ഇതിന്റെ ബട്ടണും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ക്യാൻസൽ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മോഡ് ബട്ടൺ ഉണ്ട്. ടച്ച് അസിസ്റ്റിന്റെ ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വോളിയം കൺട്രോളിന്റെ ബട്ടൺ, ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇപ്പർ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കോൾ, അറ്റൻഡ്, കട്ട് അതിന്റെ ബട്ടണും പിന്നെ ഇവിടെ ഫേവറേറ്റ്സിന്റെ ബട്ടണും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ എ സിയുടെ സെറ്റിംഗ്സ് എല്ലാം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വേരിയന്റിന് അവൈലബിൾ ആണ്. ലൈറ്റ്സിന്റെ കൺട്രോൾസ് എല്ലാം നമുക്ക് മാനുവൽ ആണ്. ലൈറ്റ്സിന്റെ കൺട്രോൾസും അതുപോലെ തന്നെ വൈപ്പറിന്റെ കൺട്രോൾസും ഒക്കെ നമുക്ക് മാനുവൽ ആണ്. ഇൻഫോർടൈൻമെന്റ് കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് ആണ്. അതുള്ള കുറച്ച് ഹാർഡ്വെയർ ബട്ടൺസ് മിക്സ് ആണ്. ഇപ്പോൾ വരുന്ന മോഡൽസിനെല്ലാം കംപ്ലീറ്റ് ഇവിടുന്ന് ഒരൊറ്റ യൂണിറ്റ് ആണ്, നമ്മുടെ മീറ്റർ ഉൾപ്പെടെയുള്ള ഒരൊറ്റ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് വരുന്നത്, ഒരു TFT സ്ക്രീനാണ് വരുന്നത്. പക്ഷേ ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മീറ്റർ വേറെ, ഇൻഫോർടൈൻമെന്റ് വേറെ, അങ്ങനെയാണ്. ശരിക്കും എനിക്ക് പേഴ്സണലി ഇങ്ങനൊരു സെറ്റിംഗ് ആണ് എനിക്കിഷ്ടം. കാരണം മീറ്ററും ഇൻഫോർടൈൻമെന്റും വെവ്വേറെ ഇരിക്കുന്നതാണ് അതിന്റെ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കാണുക, ഒരു അനലോഗ് സ്ക്രീൻ കാണുക, ഇതൊക്കെ ഒരു ഒരു വികാരമായിരുന്നു. പിന്നെ ഇതിന്റെ മീറ്റർ കൺസോളിന്റെ ഡിസൈൻ ഒരു ഭയങ്കര യൂണിക് ആയിട്ടുള്ള ഡിസൈനാണ്. കാരണം നടുക്ക് വരുന്ന ആ ഒരു സ്ക്വയർ, ഈ കാണുന്ന ഈ ഒരു ഏരിയ, ഇത് ശരിക്കും ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേക്ക് മാത്രമുള്ള ഒരു ഏരിയ ആണ്. അത് കൂടാതെ സൈഡിൽ കാണുന്ന ഒരു RPM മീറ്ററും അതുപോലെ തന്നെ ഇവിടെ ഒരു നമ്മുടെ ഫ്യൂവലും അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചറും ഒക്കെ കാണിക്കുന്ന ഒരു മീറ്ററും ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മീറ്റർ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം റൗണ്ട് മീറ്റർ അങ്ങനെയൊക്കെയാണ് സാധാരണ വണ്ടികൾക്ക് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതുപോലുള്ള മീറ്റർ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ട്രാക്ഷൻ കൺട്രോളിന്റെ ബട്ടൺ, പിന്നെ അതുപോലെ തന്നെ ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ AC വെന്റൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻ എലമെന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതുപോലുള്ള വെർട്ടിക്കലായിട്ട് വരുന്ന AC വെന്റ് വളരെ കുറവ് വണ്ടിയിലേ കണ്ടിട്ടുള്ളൂ. ഇത് കൂടാതെ ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് തോന്നുന്നു സിട്രോൺ C3 തോന്നുന്നു, എന്റെ വണ്ടിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് AC ചെറിയ വെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് ഉണ്ട്. പിന്നെ ഇവിടെ USB ചാർജർ 2 അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് ചാർജർ ഉണ്ട്. അവിടെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു അഡാപ്റ്റർ കുത്തി വെച്ചേക്കാണ്. നമ്മുടെ ഓണർ തന്നെ ചെയ്ത കാര്യമാണത്. പിന്നെ ഇതാണ് നമ്മുടെ ഗിയർ ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഗിയർ ലിവർ ഞാനിപ്പോൾ പറയുന്ന പോലെ ഈ അതിനകത്ത് ഉള്ള റൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് പോയിട്ട് മീതെ ഒരു ഗ്ലാസിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് അത് നമ്മൾ പറയത്തില്ല, അതൊരിക്കലും മായാതെ ഇങ്ങനെ സേഫ് ആയിട്ടിരിക്കും അതൊക്കെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ ബോട്ടിൽ കപ്പ് ഹോൾഡർ ഒരു 2 ഉണ്ട്. അങ്ങനെ ബോട്ടിൽ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ബോട്ടിലൊക്കെ വെക്കാം. പക്ഷേ ഇത് കപ്പിന് വേണ്ടി ഉദ്ദേശിക്കുന്ന 2 സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം ഫങ്ഷണൽ ആയിട്ടുള്ള ആംബ്രസ്റ്റ് ആണ്. ഒരുപാട് അങ്ങ് ഫ്രണ്ടിലോട്ട് നീണ്ടു നിൽപ്പൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം അകത്ത് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോറേജ്. ഈവൻ എനിക്ക് തോന്നുന്നൊരു ഫോൺ വരെയൊക്കെ അതിനകത്ത് ഇരിക്കും, അത്രയും സ്പേസ് ഉണ്ട് അതിന്. പിന്നെ സൈഡിലെ ഡോറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വലിയ ഒരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസും സ്റ്റോറേജ് സ്പേസും ഒക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ ഡോറിന്റെ കൺട്രോൾസ് എല്ലാം ഇപ്പോൾ ഈ ഇപ്പുറത്ത് കണ്ടതുപോലെ തന്നെ ഇവിടെ ഫാബ്രിക്കും ഇവിടെ ഫൈബറും അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവിടെ വരുന്ന ഈ ഒരു ഹാൻഡിൽ ഹോൾഡർ, അത് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ് റിട്ടേൺ ആണ് അതിന്. അതൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം കാര്യമാണ്. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഹോൾഡർ നമുക്കുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ്സ് ഇടാനുള്ള ബട്ടൺ, അത് ഈ ബട്ടൺ തന്നെയാണ് ലൈറ്റും. പിന്നെ ഈ മേലിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ സൺറൂഫ് കാണാം. ഒരുപാട് വലുതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വലുതൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ല വീതിയുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു 1 ടച്ച് മോഡും ഉണ്ട്. അതിപ്പോൾ മിക്ക സൺഗ്ലാസിനും ഉണ്ട്. ഹീറ്റ് ഡിസിപ്പേറ്റ് പോകാനായിട്ട് ഇങ്ങനെ ഒരു 1 ടച്ചിൽ അതിന്റെ പുറയിൽ കുറച്ചൊന്ന് പൊങ്ങി
ഇങ്ങനെ നിൽക്കും. കാരണം വണ്ടി ഇപ്പോൾ അകത്ത് ഭയങ്കര ചൂടുള്ള എയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഹീറ്റ് അങ്ങ് പുറത്തോട്ട് പോകാനായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ അത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് ഡോറിൽ ഈ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ചെറിയൊരു ഫാബ്രിക് പാർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഏരിയയാണ് ബാക്കി മൊത്തം വരുന്നത്. പിന്നെ ഇവിടെ ഒരു സൺ പ്രൊട്ടക്ഷൻ സ്ക്രീനും നമുക്കിവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫങ്ഷൻ ആയിട്ടുള്ളൊരു സാധനമാണ്. അത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇപ്പോഴാണ് റിട്ടേൺ വന്നത്. പക്ഷെ അതിനു മുമ്പ് ഇതൊക്കെയായിരുന്നു ഏകശരം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡിൽ ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബ്രഷ്ഡ് അലുമിനിയത്തിൻ്റെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തോന്നുന്ന ഒരു ഹാൻഡിലാണ്. പിന്നെ ബാക്ക് സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് പോലെ തന്നെ വേറെ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. ഫ്രണ്ട് സീറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബാക്ക് സീറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇപ്പോൾ അതിനേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹൈറ്റിലാണ് ബാക്ക് സീറ്റ്, കുറച്ചുകൂടെ ഹൈറ്റിലാണ് വരുന്നത്. ഫ്രണ്ട് സീറ്റ് കുറച്ചുകൂടെ താന്നിട്ടാണ് വരുന്നത്. പക്ഷേ ബക്കറ്റ് സീറ്റ് അല്ല. ആ ഇരിപ്പിൻ്റെ ഫീൽ ഏകദേശം സെയിം ആണ്. കാരണം ഇപ്പം നമ്മൾ ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ തൈ സപ്പോർട്ട് കുറച്ച് കുറവാണ്. പക്ഷേ എന്നാൽ സീറ്റിൻ്റെ കംഫർട്ടിന് മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ സീറ്റ് അത്യാവശ്യം പുറകോട്ടാണ് വലിച്ചിട്ടേക്കുന്നത്. പക്ഷേ എന്നാലും അത്യാവശ്യം നീഡ് അവിടെ കുറച്ച് ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാല് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് വെക്കാനാണെങ്കിൽ അത്യാവശ്യം ഇതുവരെയൊക്കെ മാക്സിമം പോകുമ്പോൾ, കാരണം എൻ്റെ ഹൈറ്റ് ഏകദേശം 5'6" ആണ്. അപ്പോൾ എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് ഇത്രയൊക്കെ നമുക്കൊരു ഒരു സൗകര്യം നമുക്ക് കിട്ടും. കൂടുതൽ നമുക്ക് അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ നോക്കുകയാണെന്നെങ്കിൽ 2 AC വെന്റ് നമുക്ക് കാണാം. അത് പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നു. ഫ്രണ്ടിലെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ചെറുതാണത്. പിന്നെ ഇവിടെ നമുക്ക് ഫോൺ വെക്കാനുള്ള സ്പേസും ഇവിടെ ഒരു USB ചാർജിങ് പോർട്ടും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മാഗസിൻ ഹോൾഡർ ശരിക്കും ഇപ്പുറത്തെ സൈഡിലില്ല, ഇപ്പുറത്തെ സൈഡിലാണുള്ളത്. ഇവിടെ പക്ഷേ പറഞ്ഞ പോലെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ കൂടെ ഇവിടെ കോംപ്രമൈസ് ചെയ്തെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പുറയിലും നമുക്കിവിടെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ ലൈറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ വിൻഡോയുടെ പുറയിലായിട്ട് ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ഏരിയ. അത് പക്ഷേ ശരിക്കും ഫങ്ഷണൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യൂവിൽ വരുന്ന കാര്യമല്ല. നമ്മളിങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കണം അതൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഹെഡ് റെസ്റ്റ് വരുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. അത് 2 എണ്ണേ ഉള്ളൂ. സെൻറ്ററിൽ ഇരിക്കുന്നതൊക്കെ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ആംറെസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ആംറെസ്റ്റ് ആണ്. സാധാരണ ആംറെസ്റ്റ് വരുമ്പോൾ ഈ സീറ്റെ കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പല ആംറെസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ആംറെസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട് അതിന്. നമുക്ക് കയ്പ് വെച്ചാലും അങ്ങനെ താഴുന്ന കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡറും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ബാക്കിലെ ട്രേ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്. കാരണം 385 ബൂട്ട് സ്പേസിന്റെ ജസ്റ്റ് മേളിൽ വരുന്ന ഒരു ട്രേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം സ്പേസ് അവിടെ പുറകിൽ സാധനങ്ങളൊക്കെ വെക്കാൻ അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഹെഡ് റെസ്റ്റ് ഇതൊരു എക്സ്ട്രാ കുഷ്യൻ കിയയുടെ തന്നെ നമ്മൾ ചെയ്യിച്ചതാണ്. അത് ഫ്രണ്ട് സീറ്റിനും നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് പിൻ സീറ്റ് എന്നുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ആദ്യം തൊട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് എന്നാൽ നല്ല ഫ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത്. സ്റ്റിയറിങ് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നും ഇത് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരികയാണ്, ഇപ്പോൾ പെട്ടെന്ന് വെട്ടിച്ച് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്ലിക്ക് ഓഫ് എ സെക്കൻഡ് നമുക്ക് വണ്ടി അത് നമുക്ക് ഫ്ലിക്ക് ചെയ്യാനും പറ്റും, കൺട്രോളിൽ കൊണ്ടുവരാനും പറ്റും. അപ്പോൾ അത്രയും കൺട്രോളുള്ള ഒരു സ്റ്റിയറിംഗ് ആണിത്. അത് ചെറിയ സ്റ്റിയറിംഗ് ആയതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് കൂടെ നമുക്ക് അതിന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെക്കാനിസം, ഈ IMT എന്ന് പറയുന്ന ഈ മെക്കാനിസം, ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ, ശരിക്കും ക്ലച്ച് ഇല്ല എങ്കിൽ ഗിയർ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ 2 രീതിയിലുള്ള വണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഓടിച്ചിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഓട്ടോ ഗിയർ ഓടിച്ചിട്ടുണ്ട്, CVT ആണ് വീട്ടിലെ വണ്ടി. അപ്പം CVT ഞാൻ ഓടിച്ചിട്ടുണ്ട്. അത് കൂടാതെ മാനുവൽ ട്രാൻസ്മിഷൻ എൻ്റെ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ മാറ്റുക. കാരണം മാനുവൽ ട്രാൻസ്മിഷൻ ഓടിക്കുന്ന എല്ലാവരും ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചിലോട്ടായിരിക്കും ഗിയർ മാറ്റുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് ക്ലച്ചിലോട്ട് കാല് പോകും. പക്ഷേ ഇതിനത് ആവശ്യം വരുന്നില്ല. പക്ഷേ നമ്മൾ ക്ലച്ച് നോക്കുമ്പോൾ ക്ലച്ച് ഇല്ല എന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗിയറിലോട്ട് നമുക്ക് കൈ പോകുന്നതിനെ കുറിച്ച് നമ്മൾ മറന്നു പോകും. പക്ഷേ ആ ഒരു ടൈമിൽ ഇത് ഗിയർ ഷിഫ്റ്റ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിന് ബീപ്പ് അടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഗിയർ അല്ല നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അപ്പം തന്നെ ഇത് ബീപ്പ് അടിച്ച് നമ്മൾ റിമൈൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വണ്ടി ഇവിടെ സൈഡിൽ ഒരു പാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വണ്ടി ഇവിടെ ഞാൻ നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി ഇതൊരു 0 ഇതിലോട്ട് വരുമ്പോൾ തന്നെ വണ്ടി ബീപ്പ് അടിക്കാൻ തുടങ്ങും.
ബീപ്പ് അടിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, ഇപ്പൊ തേർഡ് ഗിയറിലാണ് കിടക്കുന്നത്, ഇത് ഫസ്റ്റ് ഇടൂ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ബീപ്പ് അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ ഈ ക്ലച്ച് താങ്ങി എടുക്കുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും ഇതിനകത്ത് നടക്കത്തില്ല. നമ്മൾ പ്രോപ്പർ ഗിയർ ഷിഫ്റ്റ് വേണ്ടി വരും. അത് ഒരു പറഞ്ഞാൽ നല്ല കാര്യമാണ്, കാരണം മൈലേജ് ആണെങ്കിലും വണ്ടിയുടെ എഞ്ചിന്റെ ലൈഫിനാണെന്നുണ്ടെങ്കിലും അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ഈ ക്ലച്ച് താങ്ങി വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് അത് ഒരു നല്ലൊരു കാര്യമാണ്, നല്ല റിമൈൻഡറാണത്. ഇനി അടുത്ത ഇതിന്റെ സസ്പെൻഷന്റെ കാര്യമാണ്. സസ്പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് സൈഡാണ്. സോഫ്റ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് സൈഡാണ്. കാരണം ഇതുപോലുള്ള ഗട്ടറോ കുണ്ടും കുഴികളോ ഒക്കെ വന്നു കഴിഞ്ഞാലും വണ്ടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ബമ്പിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ താഴോട്ട് പോകും, പക്ഷെ അതുപോലെ തന്നെ തിരിച്ച് ബമ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് തോന്നത്തക്ക രീതിയിലുള്ള ഒരു കാര്യമല്ല. ബട്ട് എന്നിരുന്നാലും ചില ടൈമിൽ ഇപ്പോൾ ഇത്തിരി ഒരു കുഴി വീണിട്ട് തിരിച്ച് കയറുമ്പോൾ നമുക്ക് കൂടുതലൊരു മുന്നിലോട്ടൊരു ഹിറ്റ് വരുന്നില്ലേ എന്നൊരു തോന്നൽ ഇടയ്ക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇത്തിരി പാച്ചി റോഡിൽ കൂടാണ് ഞാനിപ്പോൾ ഓടിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം കുലുങ്ങുന്നത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. കാരണം കുഴിയിലോട്ട് വീഴുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് പോകുന്നുണ്ട്, പക്ഷെ അതുപോലെ തന്നെ അതേ ഫോഴ്സ് തന്നെ മേലോട്ടും ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കിയയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഞാൻ കിയ കാരൻസ് ക്ലാവിസിന്റെ റിവ്യൂ ഞാൻ എടുത്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രേക്കിന്റെ ഫ്രണ്ടിലോട്ട് ജസ്റ്റ് കാലൊന്ന് കാണിച്ചാൽ മതി എന്നുള്ളത്. ഇത് അതുപോലെ തന്നെയാണ്. അത് കിയയുടെ ഒരു പ്രത്യേകത. ബ്രേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പാണ്, ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ ഏറ്റവും എനിക്ക് തോന്നുന്നു ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് ഞാൻ ഇതുവരെ ഓടിച്ച വണ്ടികളിൽ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കിയയുടെ കാരൻസ് ക്ലാവിസിലും പിന്നെ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെറ്റയിലുമാണ്, ഹുണ്ടായുടെ ക്രെറ്റയിലുമാണ്. അപ്പം ഇത് രണ്ടും ഭയങ്കര രീതിയിലുള്ള ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ഷാർപ്നെസ് ഉള്ള വണ്ടികളായതുകൊണ്ട് തന്നെ, എങ്കിൽ ഇതിന്റെ റിയർ ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രം ബ്രേക്കുമാണ്. എന്നിട്ട് പോലും അത്രയും ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് 16 നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. വണ്ടി വിത്തിൻ 2-3 സെക്കൻഡ്സ് വണ്ടി കൺട്രോളിൽ വന്നു. പക്ഷെ അതൊരു ഷാർപ്പാണ്. ബട്ട് വണ്ടിയുടെ വെയിറ്റ് കൊണ്ടായിരിക്കും കുറച്ച് നേരം എടുത്തു ഒന്ന് നിൽക്കാനായിട്ട്. നമ്മളൊന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത് വലിയ വിഷയമുള്ള കാര്യമല്ല. കറക്റ്റായിട്ട് നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ ആ കറക്റ്റ് ഒരു ഷാർപ്പായിട്ട് വണ്ടി നിർത്താൻ നമുക്ക് സാധിക്കും. ഇതിപ്പോ ഞാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ചവിട്ടിയത്, അതുകൊണ്ടാണ് കുറച്ചൊന്ന് ലീനിയർ ആയിട്ടൊന്ന് നിന്നത്. പിന്നെ ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബ്രേക്കിംഗ്, ആക്സലറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് ഡയറക്ട്ലി ആ ഒരു ഫാക്ടർ അത് റിഫ്ലക്ട് ചെയ്യും. കാരണം വെയിറ്റ് കൂടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് പിടിച്ചാലും കുറച്ച് ലീനിയർ ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് അതിന് കിട്ടും. അപ്പൊ അത് വലിയൊരു കാര്യമല്ല, ഒരു വലിയ ഫാക്ടർ അല്ല. പിന്നെ ഇതിന്റെ ആക്സലറേഷൻ റെസ്പോണ്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഏകദേശം 118 BHP പവറും 172 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണിത്. 1 ലിറ്റർ ടർബോ എഞ്ചിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു 2000 RPM ഭയങ്കര ലീനിയർ ആയിട്ടാണ് വണ്ടി തോന്നുന്നത്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വണ്ടി ചവിട്ടി കഴിയുമ്പം ഒരു 3000 അടുത്തെത്തുമ്പോഴാണ് ശരിക്കും ടർബോ അങ്ങ് കിക്ക് ചെയ്ത് വരുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് വണ്ടി ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഔട്ട് ഓഫ് എന്തുവാ പറയുക, കെട്ടുപൊട്ടിയ പട്ടം പോലെ അങ്ങോട്ട് പോകും. അപ്പൊ അതൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് IMT ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്ലച്ചിലും മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കൺട്രോൾ ഇല്ല. പക്ഷെ ലീനറായിട്ട് ഓടിക്കണമെങ്കിൽ ലീനറായിട്ട് ഓടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കാല് കൊടുത്ത് ഓടിക്കണമെങ്കിൽ കാല് കൊടുത്ത് ഓടിക്കാം. നമുക്കൊരു ഫൺ ടു റൈഡ് ഫാക്ടർ എന്തായാലും ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് ക്യാമറയുടെ ക്ലാരിറ്റി ഒന്ന് കാണാം. അഡാപ്റ്റീവ് ഗ്രിഡൊക്കെ നമുക്ക് ഇതിന് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറ ആണെന്ന് പറയാൻ സാധിക്കും. കാരണം ഫങ്ഷണലാണ്, നമുക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കിയ സോണറ്റിന്റെ ഓണർ വിഷ്ണു ആണ് കൂടെ ഉള്ളത്. ഞങ്ങളുടെ കൊളീഗ്സ് ആണ് ഞങ്ങള്. വിഷ്ണുവിനെ പറ്റി ഞാൻ 2 വാക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ആദ്യം വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നോക്കി അവസാനം ആണ് കിയ സോണറ്റിൽ വന്ന് നിന്നത്. അതും പലവട്ടം റിവ്യൂ ചെയ്തു, എന്നിട്ടാണ് അവസാനം ഈ ഒരു വണ്ടി എടുക്കാന്നുള്ള ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് വന്നത്. അപ്പം എന്താണ് CR വിഷ്ണു, ഞങ്ങൾ CR എന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് വിഷ്ണു CR എന്നാണ് ഫുൾ നെയിം. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പം വിഷ്ണു ഈ വണ്ടിയിലോട്ട് വരാനുള്ള ഒരു കാരണം? മെയിൻലി എനിക്കൊരു സബ് കോമ്പാക്ട് SUV ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഇതിൽ അഫ്കോഴ്സ് അന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും ഞാൻ നോക്കി. അപ്പം ഇതിൽ അഫ്കോഴ്സ് വണ്ടിയുടെ എല്ലാം തന്നെ നമുക്ക് പറയാം. ഫ്രം
പെർഫോമൻസ് ആണെങ്കിലും അതിന്റെ ഇന്റീരിയർ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ആ വാല്യൂന് വേർത്തായിരുന്നു. കാരണം ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിന് അത്ര ഇന്റീരിയർ ഒന്നും അത്ര ഫിനിഷിംഗിലായിരുന്നു അന്ന്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഈവൻ മൈലേജിന്റെ ആസ്പെക്ട് നോക്കുവാണെങ്കിൽ പോലും തെറ്റ് നമുക്ക് പറയാനില്ല. കാരണം ശരിക്കും അങ്ങനെ മൈലേജ് അധികം കിട്ടാറില്ല, നോക്കാറില്ല. ബട്ട് സ്റ്റിൽ ഈവൻ കൺസിഡറിങ് വിത്ത് അതർ കോമ്പറ്റീറ്റേഴ്സ് നമുക്കത് വേർത്തായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ശരിക്കും മൈലേജ് എത്രയാണ് കിട്ടുന്നതിന്? മൈലേജ് ബേസിക്കലി ടൗണിൽ അങ്ങനെ നമ്മൾ നോക്കാറില്ല. എന്നാലും ടൗണിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ഹെവി ട്രാഫിക് ആണെങ്കിൽ നമുക്ക് ഒരു 8 തൊട്ട് ഒരു 11 വരെ കിട്ടാം. ഹൈവേയില് നമുക്ക് ലൈക്ക് ഞാൻ പാലക്കാടൊക്കെ പോയപ്പോൾ എന്നുവെച്ചാൽ നമ്മുടെ ഹൈവേ ഇപ്പൊ മൊത്തം പണിയാണല്ലോ. ബട്ട് ആ ഒരു പാലക്കാട് എടപ്പള്ളി കഴിഞ്ഞ ആലുവ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പണിയില്ല. ആ ഒരു സ്ട്രെച്ചില് എനിക്ക് ഇങ്ങനെ പോയാലൊരു 14.5 റേഞ്ച് കിട്ടുന്നുണ്ട്. 1 ലിറ്റർ ടർബോയ്ക്ക് അത്യാവശ്യം നല്ലൊരു മൈലേജ് ആണ്. ഓക്കെ, അപ്പം ഇത് ശരിക്കും ഓഫ് റോഡോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ഓഫ് റോഡ് അല്ലെങ്കിൽ കുറച്ച് പാച്ച് റോഡ്സ് അങ്ങനെ എന്തെങ്കിലും? ഓഫ്കോഴ്സ് നമുക്ക് ഗ്രൗണ്ട് മോശമായിട്ടുള്ളത് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് വേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരിക്കലും നമ്മുടെ അണ്ടർ ബോഡി ഇതുവരെ മുട്ടിയിട്ടില്ല ഇവിടെയും ഓഫ് റോഡ് പോയിട്ട്. അല്ലാണ്ട് നമ്മുടെ മോശം റോഡിൽ കൂടെ പോയി നമ്മൾ പെട്ടെന്ന് ഒരു കുഴിയിലോട്ട് വീഴുമ്പോൾ സ്പീഡ് വരും, അങ്ങനെ വരുമ്പോൾ മുട്ടിയിട്ടുണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് എനിക്ക് ഓഫ് റോഡ് അത്യാവശ്യം അങ്ങനെ നമ്മുടെ ഹെവി ഓഫ് റോഡ് അല്ല, എന്നാലും നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഇടുക്കി അങ്ങനത്തെ ഹൈ റേഞ്ചിലും അല്ല ഹോം സ്റ്റേയിലൊക്കെ പോകുമ്പോൾ ഈ റീസെന്റ് തന്നെ ഞാൻ പോയായിരുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ തന്നെ ഒരിടത്ത് തന്നെ മുട്ടിയിട്ടില്ല. പിന്നെ അഫ്കോഴ്സ് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അപ്പൊ അതൊന്നും ഓഫ് ചെയ്യണം ഓഫ് റോഡ് പോകുമ്പോൾ. അപ്പൊ ഇത് എങ്ങനെയാണ് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ? എത്ര സർവീസ് കോസ്റ്റും ഒക്കെ എങ്ങനെയാണ്? സർവീസ് കോസ്റ്റ് എനിക്ക് ഓൾമോസ്റ്റ് ആദ്യത്തെ 1 ഇയറിലെ സർവീസിന് അറൗണ്ട് ഒരു വെറും 2500 ആ ഒരു റേഞ്ചിനെ വന്നിട്ടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ പിന്നെ അറിയാലോ ഓയിൽ ചേഞ്ച് അങ്ങനെയുള്ളതെല്ലാം വന്ന്, പിന്നെ AC-യുടെ വെന്റ് ക്ലീനിങ് അങ്ങനെ. അതുകൊണ്ട് പിന്നെ സെക്കൻഡ് ഇയറിൽ വന്നപ്പോഴത്തേക്ക് ഒരു 6000 ആ ഒരു റേഞ്ച് നിൽക്കും. പിന്നെ തേർഡ് ഇയർ വന്നപ്പോൾ ഒരു 8000 റേഞ്ച്. അപ്പൊ ആലപ്പുഴയിൽ അതിന്റെ സർവീസ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ സൗകര്യമല്ലേ? അപ്പൊ നല്ലൊരു നമുക്കൊരു ഓപ്ഷനായി. അല്ലെങ്കിൽ ഞാൻ എറണാകുളത്തായിരുന്നു കൊണ്ടുവരുന്നത്. നമ്മുടെ ഈ ഏരിയയിൽ ഇഞ്ചോൺ കീ ആണ് ഉള്ളത് ഡീലർ, സോ അവരുടെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമ്മുടെ പാതിരപ്പള്ളി. അപ്പൊ അതൊക്കെയാണ് സർവീസിന്റെ കാര്യം. പിന്നെ ഇത് ലോങ് റൈഡ് കംഫർട്ട് എങ്ങനെയുണ്ട്? ഇപ്പം പാലക്കാടൊക്കെ പോകുന്നു പറഞ്ഞല്ലോ, അപ്പോൾ പാലക്കാട് വരെ എത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഡിസ്കംഫർട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ബാക്ക് പെയിൻ, ഡിസ്കംഫർട്ട് എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ബാക്ക് പെയിൻ പറയത്തത്ര അങ്ങനെ ഒരു അഫക്റ്റ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിലൊരു അഡ്വാൻറ്റേജ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എൻ്റെ ഈ വേരിയന്റ് IMT ആണ്. അത് IMT ആകുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് ഇല്ല, ഗിയർ ഉണ്ട്. സോ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു കംഫർട്ടാണ്. ഓക്കെ, ക്ലച്ച് ചവിട്ടി നമുക്ക് മെനക്കെടേണ്ട കാര്യമില്ല. സോ ആ ഒരു ആസ്പെക്ട് എടുക്കുമ്പോൾ വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് ഏകദേശം? ഞാനിതിപ്പം ആക്ച്വലി ഫ്രണ്ടില് നമുക്കിത് ഈ ഒരു റെഡ് സ്ട്രിപ്പ് കണ്ടില്ലേ, GTക്ക് വരുന്ന ഓപ്ഷൻ ആയിരുന്നു. ഈ ഒരു പാനല് ഫുള്ള് മാറിയതല്ല? അതെ, ഞാനത് എക്സ്ട്രാ ചെയ്തതാണ്. GTയുടെ ലോവർ ബമ്പർ എക്സ്ട്രാ ഫിറ്റ്. അതിപ്പോ എത്ര ഇത് കോസ്റ്റ് എത്രയാണ്? നമ്മള് ഇവിടെയും ചെയ്തു. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ബാക്കിലത്തെയും ലോവർ ബമ്പറിൽ നമ്മൾ എക്സ്ട്രാ GTയുടെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ടോൺ ആക്കി. അന്ന് HDXൽ ഡ്യുവൽ ടോൺ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പം ഇപ്പോഴാണ് നമുക്ക് ഇപ്പൊ ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. HDX കൊണ്ട് തന്നെ ഡ്യുവൽ ടോൺ ഉണ്ട്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 65 ആയി എനിക്ക് എക്സ്ട്രാ എല്ലാം. പിന്നെ ഗ്രാഫിംഗ് കോട്ടിങ് ഞാൻ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തത്. അത് അറൗണ്ട് 30 ആയിരുന്നു. ഇത് ഇറക്കിയപ്പോ തന്നെയാണോ അതോ പിന്നീട് ചെയ്യിച്ച്? അല്ല, ഞാൻ എല്ലാം ഫസ്റ്റ് ഡേ തന്നെ എല്ലാം ചെയ്തതാണ്. അപ്പൊ ഓൾമോസ്റ്റ് കോസ്റ്റ് എത്രയായി എല്ലാം കൂടെ? എനിക്ക് 13.85 ആയിരുന്നു. 13.85. ഓക്കെ. അപ്പം ഇത് വേറെ എന്തെങ്കിലും പണികൾ കിട്ടിയ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പണി കിട്ടി അങ്ങനെ എന്തെങ്കിലും? പണി കിട്ടിയതായിട്ട് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എടുത്തൊരു 6 months കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് എനിക്ക് ഒരു ഡിസ്കണക്ഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞൊരു പക്ഷെ ഞാൻ എന്റെ വണ്ടിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് റീജിയൻ വൈസ് ആണെന്ന് വിചാരിച്ചു. കാരണം കലൂര് അങ്ങോട്ട് പോകുമ്പോ സ്ഥിരമായിട്ട് അവിടെ വെച്ച് കട്ടാവാറുണ്ട്. അപ്പം ഇനിഷ്യലി അവര് ലൈക്ക് ഫസ്റ്റ് സർവീസിൽ തന്നെ എന്നോട് പറഞ്ഞു നമുക്ക് ഇനിയും വരുവാണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവര് 1 year സർവീസിൽ അവർ എന്റെ
സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു. Okay. ബട്ട് സ്റ്റിൽ പിന്നെയും പ്രശ്നമാണ്. വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 2 ഇയറിന്റെ സർവീസ് ആയപ്പോഴത്തേക്ക് നമ്മുടെ ടച്ച് കംപ്ലൈന്റ് ആയി. അപ്പം അവര് ഫുള്ളി റീപ്ലേസ് ചെയ്തു. അത് എന്തെങ്കിലും കാരണം പറഞ്ഞു അവര് പ്രത്യേകിച്ച്? അവര് റീസൺ പറഞ്ഞില്ല. പിന്നെ ഞാൻ പൊതുവെ ഒരു ഇൻഫോർടൈൻമെന്റ് അന്നത്തെ മോഡലിന് കംപ്ലൈന്റ് കുറച്ച് കേൾക്കാറുണ്ടായിരുന്നു. അതായിരുന്നു കേട്ടിട്ടുള്ളത്. ബട്ട് പക്ഷെ എന്ത് തന്നെ ആണെങ്കിലും അവരത് കറക്റ്റ് ആയിട്ട് നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് റീപ്ലേസ് ചെയ്യായിരുന്നു. വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, ഒരു 1.5 മാസത്തോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും നാള് ഇത് യൂണിറ്റ് എടുത്ത് മാറ്റിയോ അതോ അതിനകത്ത് തന്നെ? അത് യൂസ് ചെയ്യാണ്ടിരിക്കുവായിരുന്നു. ചില സമയത്ത് ഞാൻ ഓൾറെഡി പെയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങ് കണക്ട് ആവും. പിന്നെ അങ്ങനെ നമുക്ക് കംപ്ലൈന്റ് ആയിട്ട് വേറെ ഒന്നും പറയത്തത്ര അങ്ങനെ കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. പിന്നെ ഒരു IMT റിലേറ്റഡ് ആയിട്ടൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ IMTക്ക് ക്ലച്ച് ഇല്ലല്ലോ. അപ്പൊ അതിനൊരു സെൻസർ നമ്മുടെ ഗിയർ നോബിലാണോ ഉള്ളത്. അപ്പം ചിലര് നമുക്ക് ഗിയർ നോബ് എപ്പോഴും ഹാൻഡ് അതിൽ പ്ലേസ്ഡ് ആയിരിക്കും. ചില ശീലങ്ങളാണ്. അതെ നമ്മൾ പഠിച്ച് ശീലിച്ച ഒരു രീതിയാണ്. പക്ഷെ അതും സ്റ്റിൽ പ്രശ്നമില്ല. പക്ഷെ പ്രഷർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സെൻസർ ഒന്ന് അതിന്റെ കാൽക്കുലേഷൻ തെറ്റും. അപ്പം അത് ആക്ച്വലി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ അറിയാത്തവർ ചിലപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും കിട്ടത്തില്ല. റെയർലി മേ ബി ഒരു അറൗണ്ട് ഒരു 20 തവണയിൽ 1 തവണ വല്ലതും ഉണ്ടായേക്കാം. അങ്ങനെ പ്രഷർ 20 തവണ ഇൻസെർട്ട് ചെയ്ത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ചിലപ്പോൾ സിഗ്നലിൽ നിന്ന് ഫസ്റ്റ് ഇട്ട് കൈ നമ്മൾ ആ പ്രഷറിൽ തന്നെ കൊടുത്ത് സെക്കൻഡിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം സ്റ്റിൽ വണ്ടി ക്ലച്ചിലായിരിക്കും. അങ്ങനെയാണ്. വണ്ടി ഓഫ് ഒന്നും ആകില്ല. അത്രയൊക്കെയാണ് വിഷ്ണുവിന്റെ കിയ സോണറ്റിന്റെ വിശേഷങ്ങൾ. അപ്പം ഈ വണ്ടിയിൽ ഇനി ഒരുപാട് സേഫ് റൈഡ് പോകട്ടെ എന്ന് ആശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയൊക്കെയാണ് കിയ സോണറ്റിന്റെ വിശേഷങ്ങൾ. ഇനി ഈ വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലെനിക്ക് മെസ്സേജ് ചെയ്താലും ഞാനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇനി ഒരു കാറും അതിന്റെ വിശേഷങ്ങളുമായി കാണുന്നവരെ ഈസ് ബൈ ഫ്രം സൂട്ടോക്സ്.